കഴിഞ്ഞ 2 ദിവസമായി 3 ദിവസമായി കേരളത്തിലും ഡൽഹിയിലുമൊക്കെ നടക്കുന്ന ഒരു വലിയ ചർച്ചയാണ് നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ. ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ മാസ്റ്റർ പ്ലാൻ പുറത്തു വന്നിരിക്കുന്നു. ബി.ജെ.പിയിലെ വളരെ കൃത്യമായ ഒരു നേതാവായിരിക്കും അടുത്ത NSSന്റെ ജനറൽ സെക്രട്ടറിയായി വരുന്നത്. അതിനുള്ള കരുക്കൾ NSSനകത്തും തുടങ്ങിക്കഴിഞ്ഞു, ബി.ജെ.പി നടത്തിയിരിക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ അതിമധുരമായ ഒരു സ്നേഹപ്രകടനം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുകയാണ്, NSSനെ തള്ളിപ്പറയാൻ പറ്റില്ല, സുകുമാരൻ നായർ മച്ചമ്പിയാണ്, അളിയനാണ്, എല്ലാം നല്ലതാണ്, അവർ മിടുക്കരാണ്. വേറെ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് സുരേഷ് ഗോപിയോ CP രാധാകൃഷ്ണനോ ഒന്നും വൈസ് പ്രസിഡന്റ് ഒന്നും പറയുന്നതൊന്നും അല്ല. ശരിക്ക് NSSന്റെ ജനറൽ സെക്രട്ടറി മുത്താണ്, കരളാണ് എന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് പതുക്കെ മാറ്റി പകരം അവിടെ ബി.ജെ.പിയുടെ ഒരു നേതാവിനെ പ്രതിഷ്ഠിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയാണ്. അതിന് CV ആനന്ദബോസാണോ സുരേഷ് ഗോപിയാണോ ഏത് നായരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമേ തർക്കമുള്ളൂ. എന്തായാലും നായർ സമുദായത്തിനെ പിടിക്കാൻ തന്നെ, നായർ കമ്മ്യൂണിറ്റി NSSനെ പിടിക്കാൻ തന്നെയാണ് ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ചരടുകൾ ബി.ജെ.പി വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. NSSന്റെ കരയോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വയസ്സൻ ക്ലബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വയസ്സൻ ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ കരയോഗത്തിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകൾ, കരയോഗത്തിൻ്റെ നാട്ടിലെ റിട്ടയർ ചെയ്തിട്ടുള്ള സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ, 60 കഴിഞ്ഞവരുടെ ഒരു കൂട്ടായ്മയായി മാത്രമാണ് കരയോഗം നിൽക്കുന്നത്. പുതിയ കുട്ടികൾക്കൊന്നും കരയോഗത്തിലോ അവരാകപ്പാടെ ചെല്ലുന്നത് സമ്മാനം വാങ്ങാൻ, SSLCക്കും +2നും ഒക്കെ നല്ല മാർക്ക് വാങ്ങുമ്പോൾ സമ്മാനം വാങ്ങാൻ ചെല്ലും, പായസം വിതരണം ചെയ്യും, ഫുഡ് കഴിക്കാൻ ചെല്ലും. അല്ലാതെ നാട്ടിലെ NSS കരയോഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പുതിയ തലമുറയ്ക്ക് ന്യൂജന് യാതൊരു താല്പര്യവുമില്ല. അവിടെ വയസ്സൻ ക്ലബ്ബാണെന്നാണ് അതിൻ്റെ പരാതി. അവർ കൂടിയിരിക്കുന്നു, കല്യാണത്തിനും മരണത്തിനും, നായന്മാരാരെങ്കിലും മരിച്ചു പോയാൽ അവിടെ വന്നിട്ട് ചടങ്ങുകൾ നടത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കല്യാണത്തിന് വന്നിട്ട് ചില സഹായം സാമ്പത്തികമല്ല, മറ്റ് അതിൻ്റെ ചടങ്ങുകളൊക്കെ എന്ത് വേണമെന്നുള്ള രീതിയിലൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെ ചില കെട്ടിടങ്ങൾ കൊടുക്കുന്നു, പിന്നെ കുട്ടികൾക്കെല്ലാം പിന്നെ ഓണാഘോഷം നടത്തുന്നു, കുട്ടികൾക്കെല്ലാം പിന്നെ പുസ്തകം കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കുഞ്ഞു ചിന്നക്കട പരിപാടികളുമായിട്ടാണ് നായർ സർവീസ് സൊസൈറ്റി പോകുന്നത്. സമൂഹത്തിൻ്റെ സമഗ്രമായ പരിഷ്കാരത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടി, നായർ കമ്മ്യൂണിറ്റിയുടെയും നായർ സമുദായത്തിൻ്റെയും പൊതു ഹിന്ദു സമാജത്തിൻ്റെയും സമഗ്രമായ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണ് നായർ സർവീസ് സൊസൈറ്റിയൊക്കെ മന്നത്ത് ആചാര്യൻ ഉണ്ടാക്കിയത്. പക്ഷേ ലക്ഷ്യബോധത്തിൽ നിന്ന് എത്രയോ അകന്നാണ് അത് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് പോലും തമ്മിലടിയും അങ്ങനെയുള്ള വിഷയങ്ങളാണ്. അത് നടക്കുമ്പോഴാണ് ബി.ജെ.പി കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ തള്ളിപ്പറയും, കേരളത്തിൽ സ്നേഹിക്കും. അങ്ങനെ തള്ളിപ്പറഞ്ഞും സ്നേഹിച്ചും കൂടെ നിർത്തിയും തല്ലിയും തലോടിയും ബി.ജെ.പി വലിയ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലാൻ വർക്കൗട്ട് ചെയ്താൽ വളരെ താമസിയാതെ അടുത്ത ജനറൽ ബോഡിക്ക് മിക്കവാറും ബി.ജെ.പിയുടെ ആളായിരിക്കും, ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതാരെന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. ബി.ജെ.പിയോട് ഏറ്റവും ആഭിമുഖ്യമുള്ള, രാഷ്ട്രീയമായി ബി.ജെ.പിയോട് ആഭിമുഖ്യമുള്ള ആളായിരിക്കും NSSന്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ തലപ്പത്ത് വരാൻ പോകുന്നത്. അതിനുള്ള കരുക്കൾ നീക്കിയിട്ടുണ്ട്. കരയോഗങ്ങളിൽ ആവശ്യമായ സജീവ സാന്നിധ്യം NSSന്റെ കരയോഗങ്ങളിൽ സജീവ സാന്നിധ്യം ബി.ജെ.പി കാണിച്ചു തുടങ്ങി. അതുപോലെ തന്നെ യോഗങ്ങൾ താലൂക്ക് കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലുമൊക്കെ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ വലിയ തോതിൽ പെരുന്നയെ ലക്ഷ്യമാക്കി തന്നെ ബി.ജെ.പി കരുക്കൾ നീക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് ഇതിന് വലിയ പങ്കുണ്ട്. എന്തായാലും വളരെ നിശബ്ദമായി ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അമിത്ഷായും സംഘവും ഇതിനാവശ്യമായ ചരടുകൾ വലിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഡൽഹിയിൽ സ്മൃതി മണ്ഡപം വന്നത്. ഈ സ്മൃതി മണ്ഡപം ചങ്ങനാശ്ശേരി പെരുന്നയുമായി എങ്ങനെയാണ് യോജിച്ചു പോവുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇനി സുകുമാരൻ നായർ ആ സ്മൃതി മണ്ഡപം സന്ദർശിക്കുമോ? ഇന്നലെ നടന്ന ഉദ്ഘാടനത്തിന് സുകുമാരൻ നായർ ഇല്ലായിരുന്നു. അങ്ങനെ സുകുമാരൻ നായർ ഇല്ലാതെ, NSSന്റെ ജനറൽ സെക്രട്ടറി ഇല്ലാതെ, മന്നത്താചാര്യൻ്റെ ഒരു പ്രതിമ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയുക, സ്മാരകം ഡൽഹിയിൽ പുറത്തു വന്നു, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തു. അതിൽ പെരുന്നയിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് സുകുമാരൻ നായരുടെ അസാന്നിധ്യം വലിയ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്മൃതി മണ്ഡപവും സ്മാരകവും ഒക്കെ പെരുന്നക്കാർ അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. ഇനിയും രാജ്യത്തും സംസ്ഥാനത്തും ലോകത്തും വിവിധ സ്ഥലങ്ങളിൽ നായർ കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളിലൊക്കെ സ്മൃതി മണ്ഡപങ്ങളും അതുപോലെ തന്നെ ആചാര്യൻ്റെ പ്രതിമകളുമൊക്കെ വയ്ക്കാനുള്ള, വലിയ സ്മാരകം വയ്ക്കാനുള്ള വലിയ പ്രവർത്തനത്തിലാണ് NSS മുൻനിർക്കുന്നത്. അങ്ങനെ പുറത്തു നിന്നുള്ള സമ്മർദ്ദം കൊടുത്തുകൊണ്ടും അകത്തു നിന്നുള്ള സമ്മർദ്ദം കൊടുത്തുകൊണ്ടും വളരെ കൃത്യമായി തന്നെ
നമ്മുടെ NSSനെ കൈകാര്യം ചെയ്യാൻ BJP തീരുമാനിച്ചിരിക്കുകയാണ്. BJPയുടെ നേതാവായിരിക്കും NSSന്റെ അമരത്ത് വരാൻ പോകുന്നതെന്നാണ് കാലം തെളിയിക്കാൻ പോകുന്ന കാര്യം. BJP അതിനുള്ള എല്ലാ കരുക്കളും നീക്കിക്കഴിഞ്ഞു. ഇതിനിടയിൽ കോൺഗ്രസും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ വലിയ റോളില്ല. കാരണം അവിടെ നായർ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നായർ കമ്മ്യൂണിറ്റിയുടെ NSSന്റെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഉള്ളത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെയും അടുപ്പിച്ചിട്ടില്ല പെരുന്നക്കാർ. ആ ഗ്യാപ്പ് നോക്കിയാണ്, കോൺഗ്രസിനെ അടുപ്പിക്കാത്ത ഗ്യാപ്പ് അടുത്തോട്ട് വരുത്താത്ത ഗ്യാപ്പ് നോക്കിയാണ് BJP ഗൗരവമായി സുകുമാരൻ നായരെ ലക്ഷ്യമിടുന്നത്. സുകുമാരൻ നായരെ മാറ്റിയിരിക്കും എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും കേരള BJPയും പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്.